Okay, students. Now we are discussing about biomicromolecules. First biomicromolecule is amino acid that we studied. Second one is the lipid. What are the lipids? Lipids are the compound which is water insoluble. Water insoluble ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ളതാണ് ഓയിൽസ് അല്ലേ. ഓയിൽ ഇസ് വാട്ടർ ഇൻസോലുബിൾ ആണ്. ഓയിൽ അതേപോലെ ഗീ ഇതൊക്കെ വാട്ടർ ഇൻസോലുബിൾ ആണ് അല്ലെ. വാട്ടറിൽ നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ മുകളിൽ പൊന്തി കിടക്കും. സോ ആ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് ആണ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ബട്ട് ഇത് കണ്ടെയ്ൻ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പ്രസന്റ് ആണ്. കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ആറ്റംസ് അമിനോ ആസിഡും കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പ്രസന്റ് ആണ് അല്ലെ. COH ഗ്രൂപ്പും NH ഗ്രൂപ്പും ഉണ്ട്. കാർബൺ ഇപ്പോൾ ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്, കാർബണും പ്രസന്റ് ആണ്. ആൻഡ് ഹിയർ ഓൾസോ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പ്രസന്റ് ആണ്. ബട്ട് നമ്പർ ഓഫ് കാർബൺ ആറ്റം ലെസ് ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് ലിപ്പിഡിൽ compared with other compounds. In the case of lipids, the number of carbon atom is very less. And these lipids are simple fatty acids. They are simple fatty acids. What do you mean by fatty acid? Fatty acids means means they have that acid or that lipid have a hydrocarbon chain or R group ഉണ്ടായിരിക്കും. ഒരു hydrocarbon chain എന്നോ അല്ലെങ്കിൽ ഒരു R group that is attached to a COH group. അതൊരു COH ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്തിരിക്കും. ഓക്കെ, ഒരു R ഗ്രൂപ്പ് എന്താണ്? R group means a hydrocarbon chain that should be attached to COH. അതായത് ഓരോ ഫാറ്റി ആസിഡിലും, ഫാറ്റി ആസിഡ് ആണ് ലിപ്പിഡ് എന്ന് പറയുന്നത്, ഫാറ്റി ആസിഡിന്റെ ചെയിനിൽ ഒരു COH എന്ന ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, കാർബോക്സിൽ ഗ്രൂപ്പ്. അമിനോ ഗ്രൂപ്പിലോ NH2 ഗ്രൂപ്പും COH ഗ്രൂപ്പും. അമിനോ ഗ്രൂപ്പും COH ഗ്രൂപ്പുള്ളതാണ്. ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ ലിപ്പിഡ്സിൽ R ഗ്രൂപ്പിനോ R ചെയിനിന്റെ കൂടെ എന്തുണ്ടായിരിക്കും? COH ഗ്രൂപ്പ് പ്രസന്റ് ആയിരിക്കും. ആ R ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രോകാർബൺ ചെയിൻ ആണ്. ഒരു പക്ഷേ CH3 മീഥൈൽ ഗ്രൂപ്പ് ആവാം, ഈഥൈൽ ഗ്രൂപ്പ് ആവാം, C2H2 ഓർ ഹൈഡ്ര 1 to 19 ഉള്ള 1 തൊട്ട് 19 വരെ, അതായത് അത്രമാത്രം കാർബൺ ആറ്റം പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു ഹൈഡ്രോകാർബൺ ചെയിൻ ആവാം ഫാറ്റി ആസിഡ്. ഫോർ എക്സാമ്പിൾ പാമറ്റിക് ആസിഡ് CH3 CH2 14 COH. ഇതാണ് അതിന് ഹൈഡ്രോകാർബൺ ചെയിൻ എന്ന് പറയുന്നത്. CH3 CH2 that should attach to COH ഗ്രൂപ്പ്. അപ്പോൾ അത് ഒരു ഫാറ്റി ആസിഡ് ആയി. അരാക്കിഡോണിക് ആസിഡ് 20 കാർബൺ ആറ്റം പ്രസന്റ് ആണ്. അപ്പോൾ അത്രമാത്രം 1 to 19 അത്രയും കാർബൺ ആറ്റം പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ദാറ്റ് ചെയിൻ ആണ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. ഫാറ്റി ആസിഡ്സ് ആർ ലിപ്പിഡ് that should R group. It consists of a hydrocarbon chain or R group that should attach to COH group. ഇപ്പോൾ ഫാറ്റി ആസിഡ് ലിപ്പിഡിലെ മെയിൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്? COH ഗ്രൂപ്പാണ്. അത് എന്തിനോട് അറ്റാച്ച് ചെയ്യുന്നു? R ഗ്രൂപ്പിനോട്. R ഗ്രൂപ്പ് എന്താണ്? ഒരു ഹൈഡ്രോകാർബൺ ചെയിൻ ആണ് R ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അത് 1 തൊട്ട് 19 1 to 19 കാർബൺ ആറ്റം ആ ഒരു ചെയിനിൽ പ്രസന്റ് ആവാം. ചിലതിൽ 16 ആവാം, ചിലത് 19 ആവാം, ചിലത് 18 ആവാം. അത് ഡിപ്പെൻഡ് അപ്പോൾ അതിനനുസരിച്ച് ഫാറ്റി ആസിഡ് വേരി ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദെൻ ടൈപ്പ് ഓഫ് ലിപ്പിഡ്സ്. Lipids are classified into simple lipid, compound lipid and derived lipids. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതില്ല കേട്ടോ, അത് നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. സിമ്പിൾ ലിപ്പിഡ്സ് എന്നും കോമ്പൗണ്ട് ലിപ്പിഡ് എന്നും ഡെറൈവ്ഡ് ലിപ്പിഡ്സ് എന്നും ലിപ്പിഡ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ് സിമ്പിൾ ലിപ്പിഡ്? സിമ്പിൾ ലിപ്പിഡ് മീൻസ് ലിപ്പിഡ്സ് ആർ ഫാറ്റി ആസിഡ് ആണ്. ഫാറ്റി ആസിഡ് എസ്ട്രിഫൈഡ് വിത്ത് ആൽക്കഹോൾ. ആ ഫാറ്റി ആസിഡ് ആൽക്കഹോളുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു ഗ്ലിസറോൾ ഫോം ചെയ്യുന്നു. അത് എസ്റ്റർ ബോണ്ടുമായിട്ടാണ് ഈ ഫാറ്റി ആസിഡിന്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ വേറൊരു മോളിക്യൂളുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്. അത് എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫാറ്റി ആസിഡ് കമ്പൈൻ വിത്ത് ആൽക്കഹോൾ ടു ഫോം ഗ്ലിസറോൾ. ഗ്ലിസറോൾ ഇസ് എ സിമ്പിൾ ഫാറ്റി ആസിഡ് ആണ്. ഗ്ലിസറോൾ ഇസ് എ സിമ്പിൾ ഫാറ്റി ആസിഡ്. ഓക്കെ, ആൻഡ് വാട്ട്സ് ദ സ്ട്രക്ചർ ഓഫ് ഗ്ലിസറോൾ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ടത്. സ്ട്രക്ചർ ഗ്ലിസറോൾ മീൻസ് ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ. ട്രൈ ഹൈഡ്രോക്സി 3 ഹൈഡ്രോക്സി, ട്രൈ ഹൈഡ്രോക്സി പ്രൊപ്പൈൻ CH2 CH2 OH. Okay, that's a structure of glycerol. It is considered as a simple fatty acid. How this glycerol is formed? Fatty acid
esterified with the alcohol to form glycerol. Then next, compound lipid. What is a compound lipid? Compound, same glycerol and fatty acid plus glycerol plus one additional group, that's a phosphate ആയിരിക്കും. ഒരു additional group കൂടെ present ആവുകയാണെങ്കിൽ fatty acid glycerol എന്താണ്? fatty acid plus alcohol. fatty acid plus glycerol plus അതിന് കൂടുതൽ ഒരു additional group വന്നു, phosphate. അതിന് എക്സാമ്പിൾ ലെസിത്തിൻ. ലെസിത്തിൻ കാണപ്പെടുന്ന സെൽ മെമ്പറേനിൽ കാണപ്പെടുന്ന ഒരു ലിപ്പിഡ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ് മോളിക്യൂളാണ് ലെസിത്തിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പ്രസന്റ്, അപ്പോൾ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പ്രസന്റ് ചെയ്തിരിക്കുന്ന ഫാറ്റി ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ലെസിത്തീൻ. ലെസിത്തീൻ ദാറ്റ് വൺ ഈസ് നോൺ ആസ് കോമ്പൗണ്ട് ലിപ്പിഡ്. അത് നമ്മൾ കോമ്പൗണ്ട് ലിപ്പിഡ് എന്ന് പറയുന്നു. സിമ്പിൾ ലിപ്പിഡിൽ ഫാറ്റി ആസിഡും ആൽക്കഹോളും മാത്രമാണെങ്കിൽ കോമ്പൗണ്ട് ലിപ്പിഡ് ഫാറ്റി ആസിഡ് പ്ലസ് ആൽക്കഹോൾ പ്ലസ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് പ്രസന്റ് ആണ്. അതിന് എക്സാമ്പിൾ ആണ് ലെസിത്തീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിറൈവ്ഡ് ലിപ്പിഡ്സ്. ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്ന് പറയുന്നത് സിമ്പിൾ ലിപ്പിഡ്സിൻ്റെയും കോമ്പൗണ്ട് ലിപ്പിഡ്സിൻ്റെയും പ്രോഡക്ട്സ് ആണ് ആസ് എ റിസൾട്ട് ഓഫ് ഹൈഡ്രോളിസിസ്. ഈ സിമ്പിൾ ലിപ്പിഡ്സും കോമ്പൗണ്ട് ലിപ്പിഡ്സിൻ്റെയും പ്രോഡക്ട്സ് ആസ് എ റിസൾട്ട് ഓഫ് ദ ഹൈഡ്രോളിസിസ് വരുന്നുണ്ടാകുന്ന പ്രോഡക്ട്സ് ആണ് എന്താ ഡിറൈവ്. ദാറ്റ്സ് എ കൊളസ്റ്റിറോൾ. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന കൊളസ്റ്റിറോൾ ഫാറ്റി ആസിഡിന് ആഫ്റ്റർ ദ ഹൈഡ്രോളിസിസ് നടന്നതിന് ശേഷം ഫാറ്റി ആസിഡ് മോളിക്യൂൾ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് ആണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് എ ഡിറൈവ്ഡ് ലിപ്പിഡ്. ഡിറൈവ് നമ്മുടെ ബോഡിയിൽ ഡിറൈവ് ചെയ്ത ലിപ്പിഡാണ് കൊളസ്ട്രോൾ. ഓക്കെ, ക്ലിയർ? Then what is the next classification means based on the presence of fatty acid, that's esterification of, I already told how the fatty acid combined with alcohol through ester bond and esterification ആണ്. അപ്പോൾ how the esterification depending upon the presence of fatty acid present in this simple fatty acid, അതായത് ഈ എത്ര മോളിക്യൂൾ ഈ ഗ്ലിസറോളുമായിട്ട് എത്ര ഫാറ്റി ആസിഡ് മോളിക്യൂൾ കമ്പൈൻ ചെയ്യുന്നു, എസ്ട്രിഫൈ ചെയ്യുന്നു എന്നതനുസരിച്ച് വീണ്ടും ഫാറ്റി ആസിഡിനെ അല്ലെങ്കിൽ ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നു മോണോഗ്ലിസറൈഡ്, ഡൈഗ്ലിസറൈഡ്, ട്രൈഗ്ലിസറൈഡ്. ഹൗ മെനി ഫാറ്റി ആസിഡ് മോളിക്യൂൾ കമ്പൈൻ വിത്ത് ഗ്ലിസറോൾ, അതിനനുസരിച്ച് വീണ്ടും നമ്മൾ ഈ ലിപ്പിഡ്സിനെ ക്ലാസിഫൈ ചെയ്യുന്നതാണ് മോണോഗ്ലിസറൈഡെന്നും ഡൈഗ്ലിസറൈഡെന്നും ട്രൈഗ്ലിസറൈഡെന്നും. Monoglyceride means mono means a single, that is a one glycerol plus one fatty acid. Diglyceride means one glycerol plus two fatty acid. Triglyceride, tri, one glycerol plus three fatty acid molecule. അങ്ങനെയാണ് നമ്മൾ അതിനെയാണ് എസ്ട്രിഫിക്കേഷൻ ഓഫ് ഫാറ്റി ആസിഡ് എന്ന് പറയുന്നത്. എസ്റ്റർ ബോണ്ട് വഴിയിട്ടാണ് ഈ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്. ഈ ഒരു മോണോഗ്ലിസറൈഡ്, ഡൈഗ്ലിസറൈഡ്, ട്രൈഗ്ലിസറൈഡ് ഫോം ചെയ്യുന്നത്. അതായത് ഒരു ഫാറ്റി ആസിഡ് മോളിക്യൂൾ ഒരു ഗ്ലിസറോളുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ബോണ്ടാണ് എസ്റ്റർ ബോണ്ട്. അമിനോ ആസിഡ് കമ്പൈൻ ചെയ്യുന്ന അമിനോ ആസിഡ്, രണ്ട് അമിനോ ആസിഡ് അല്ലെങ്കിൽ മൂന്ന് അമിനോ ആസിഡ് തമ്മിൽ കമ്പൈൻ ചെയ്യുന്ന ബോണ്ടാണ് പെപ്റ്റൈഡ് ബോണ്ട്. അതേപോലെ ഫാറ്റി ആസിഡ് ഗ്ലിസറോളുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന ബോണ്ടാണ് എസ്റ്റർ ബോണ്ട്. അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് മോണോഗ്ലിസറൈഡ്, ഡൈഗ്ലിസറൈഡ്, ട്രൈഗ്ലിസറൈഡ്. അപ്പം ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ഫാറ്റി ആസിഡ് again the lipid classified into mono, di and triglyceride. Okay, based on the melting point of melting point, അപ്പോൾ melting point അനുസരിച്ച് ഈ ട്രൈഗ്ലിസറൈഡിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യും. ഫാറ്റ് ആൻഡ് ഓയിൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാറ്റുന്നു. ഫാറ്റ് ആൻഡ് ഓയിൽ. ഫാറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. ഹൈ മെൽറ്റിംഗ്, ഫോർ എക്സാമ്പിൾ ഗീ അല്ലേ, അത് കട്ട പിടിച്ചിട്ട് സോളിഡ് ആയിരിക്കും. ഫാറ്റ് ഓൾവേസ് ഷുഡ് ബി സോളിഡ് ആയിരിക്കും. അപ്പോൾ അതിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അപ്പോൾ അത് മെൽറ്റ് ചെയ്ത് ലിക്വിഡ് ആയിട്ടാവുള്ളൂ. അതേസമയം ഓയിൽ ഓൾവേസ് ഇന്ന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. അത് ലിക്വിഡ് ഫോമിലായിരിക്കും അതിൻ്റെ പൊസിഷൻ വരുന്നത്. ഓക്കെ, ദീസ് ആർ അബൌട്ട് ദ ലിപ്പിഡ്സ്. Once again, lipids are water soluble and lipids are fatty acid and which consists of a hydrocarbon chain attached to COH group. Example of fatty acid: palmitic acid, arachidonic acid. Type of lipid: simple lipid, compound lipid and derived lipids. Example of simple lipid: glycerol. Compound lipids: lecithin. What is meant by compound lipid? Lecithin means an additional group, phosphate group present ചെയ്തിരിക്കുന്ന ലിപ്പിഡ് മോളിക്യൂളാണ് എന്താ lecithin എന്ന് പറഞ്ഞാൽ. It is found in the cell membrane. And cholesterol means is a derived lipid, that is as a result of the hydrolysis of simple lipid, compound lipids ഉണ്ടാവുന്ന
ലിപ്പിഡ് ആണ് കൊളസ്ട്രിറോൾ. സ്ട്രക്ചർ ഓഫ് ഗ്ലിസറോൾ ട്രൈഹൈഡ്രോക്സി പ്രൊപ്പൈൻസ് ഇതും വരയ്ക്കാൻ പഠിച്ചോളൂ കേട്ടോ, എഴുതി പഠിച്ചോളൂ. CH2OH ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണിത്. CH2OH CHOH CH2OH ഗ്ലിസറോളിന്റെ സ്ട്രക്ചർ ആണ്. Then depending upon the number of fatty acids present in the here, this lipid classified into mono, di and triglyceride. Based on the melting point, triglyceride classified into fat and oil. Fat is a solid and high melting point. Oil is a liquid and low melting point. Okay.